നമസ്കാരം. ഇതൊരു ധന്യ മുഹൂർത്തമാണ്. ഈ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. എനിക്കും ലാലിനും മാത്രം അവകാശപ്പെടാവുന്ന, ലാൽ തന്നെയാണ് ഇപ്പോൾ എൻ്റെ അടുത്തത് പറഞ്ഞത്. ഇന്ന് കമലദളത്തിൻ്റെ 32ാം വാർഷികമാണ്. ഈ ചടങ്ങ് നിർവഹിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞളിൽ പൂക്കളുടെ സംവിധായകനായിരുന്ന ഫാസിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അസൗകര്യം മൂലം അത് സാധിച്ചില്ല. ആദ്യ സിനിമയിൽ ലാലബലെ അഭിനയിക്കാൻ എത്തുമ്പോൾ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞത്, ഞാനാണ് ചാർട്ടിങ് ചെയ്തുകൊണ്ടിരുന്നത്, അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്, ആദ്യത്തെ ഒരു 2 ആഴ്ച എൻ്റെ സീനുകളൊന്നും എടുക്കരുത്, ഞാൻ എല്ലാവരുമായിട്ടും ഒന്ന് പരിചയത്തിലായിക്കോട്ടെ. പക്ഷെ ലാൽ എന്നും ലൊക്കേഷനിൽ വരും. വന്നു കഴിഞ്ഞാൽ ലാൽ ക്ലാപ്പ് മേടിക്കും, ക്ലാപ്പ് കാണിക്കും. അങ്ങനെ അസിസ്റ്റൻ്റ് ഡയറക്ടറുടെ ജോലികളെല്ലാം ചെയ്തു തുടങ്ങി. അങ്ങനെ 2 ആഴ്ച അസിസ്റ്റൻ്റായ ഒരു ചരിത്രം കൂടി ലാലിനുണ്ട്. അസിസ്റ്റൻ്റായ ശേഷമാണ് ഈ ലാല് സംവിധായകൻ എന്ന ഈ ഒരു പട്ടത്തിലേക്ക് നടന്നു കയറുന്നത്. ഈ ശുഭമുഹൂർത്തത്തിൽ ആ സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന ബഹുമാന്യനായ സ്റ്റാൻലി ജോസ് സാർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ കൂടെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കഴിഞ്ഞിട്ട് സ്ഥിതി മംഗളം. പ്രിയപ്പെട്ട ശ്രീ മോഹൻലാൽ, 4 ദശാബ്ദങ്ങളിലേറെയായി തുടരുന്ന അങ്ങയുടെ അഭിനയ സബര്യയുടെ ഗരിമയെ ഒരാശംസാപത്രത്തിലെ 4 വരികളിൽ ഒതുക്കാൻ കഴിയില്ലല്ലോ. മോഹൻലാൽ എന്ന നടൻ മുൻ പാഠങ്ങളില്ലാത്ത, മുൻ മാതൃകകളില്ലാത്ത മൗലികതയാണ്. നിമിഷാർത്ഥത്തിൽ വൈകാരിക തീവ്രതയുടെ ഗിരിശൃംഗമായി ഉയർന്നുറയാനും പ്രക്ഷുബ്ധതകളെ ഉള്ളൊതുക്കുന്ന സാഗരശാന്തതയായി പരിണമിക്കാനും കഴിയുന്ന അങ്ങയുടെ നാട്യശാസ്ത്ര സാരം അഭിനയകലയുടെ വ്യാകരണങ്ങളെ അതിവർത്തിക്കുന്ന സർഗാത്മകതയുടെ ഉന്മാദമാണ്. ഇപ്പോൾ ബറോസ് എന്ന ചിത്രത്തിലൂടെ അങ്ങ് കലാജീവിതത്തിൽ ഒരു വേഷപ്പകർച്ച നടത്തുകയാണ് സംവിധായകനായി. അങ്ങയ്ക്ക് അംഗത്വം നൽകിക്കൊണ്ട് ഞങ്ങൾ അങ്ങയെ ഞങ്ങളുടെ സംഘടനയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അങ്ങയെ ഉൾക്കൊള്ളുന്ന സംഘടനയായി മാറുന്നു എന്നത് ഞങ്ങളെ ആഹ്ലാദിപ്പിക്കുകയും അഭിമാനഭരിതരാക്കുകയും ചെയ്യുന്നു. അങ്ങ് സംവിധാനം ചെയ്യുന്ന ചിത്രം പ്രതിഭയുടെ മാന്ത്രിക സ്പർശമുള്ള ദൃശ്യാനുഭവമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പെരുകട്ടെ പെരുമ. ഒരു കാര്യം കൂടി സാർ, ഒരു കാര്യം കൂടി. അങ്ങ് ഞങ്ങളുടെ ഭാഗമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോൾ തോന്നിയൊരു കാര്യം, അങ്ങ് ഈയിടെ അങ്ങയുടെ ആരാധകരെ കണ്ടപ്പോൾ അങ്ങ് അവരോട് പറയുകയുണ്ടായി, എന്തെങ്കിലും പ്രശ്നമോ പ്രതിസന്ധിയോ ഉണ്ടായാൽ ഞാൻ മനസ്സിൽ പറയും, എനിക്കെൻ്റെ പിള്ളേരുണ്ടടാ എന്ന്. അപ്പോൾ ഞങ്ങളുടെ ഒരു ആഗ്രഹം, അങ്ങ് അമ്മയുടെ പ്രസിഡൻ്റാണ് എന്നറിയാം, അങ്ങയുടെ ഈ അഭിനയ ജീവിതത്തിലോ ഈ വ്യവസായത്തിലെ അങ്ങയുടെ സ്ഥാനത്തിലോ ഒരു പ്രതിസന്ധിയും ഉണ്ടാവാൻ ഒരു സാധ്യത പോലുമില്ല. എങ്കിൽ പോലും എന്തെങ്കിലും അങ്ങയ്ക്ക് മാനസികമായോ തൊഴിൽപരമായോ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അങ്ങയ്ക്ക് പറയാൻ കഴിയണം, എനിക്കെൻ്റെ സംഘടനയുണ്ടടാ ഫെഫ്ക. ഇതൊരു വലിയ പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന് ഇനിയും അതിലെ ഏറ്റവും മനോഹരമായ വാക്കുകളാണ് സമത്വം, സംഘബോധം, സമർപ്പണം. ഇത് വലിയ കാര്യമാണ്. എല്ലാ പ്രസ്ഥാനത്തിലും വേണ്ടത് ആണ്, എല്ലാ പ്രൊഫഷനിലും വേണ്ടതാണ്. അത്തരത്തിൽ ഏറ്റവും വലിയൊരു സംഘടനയായി ഇത് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ ഉൾപ്പെടെ സിദ്ദിഖ് പറഞ്ഞ പോലെ ഞങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് ഈ സംഘടന. ഒരു പക്ഷേ
ഒരുപക്ഷെ ഇന്ത്യയിൽ ഇത്തരം സംഘടനകൾ വേറെ ഇല്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അമ്മ എന്ന് പറയുന്ന സംഘടനയെ പറ്റി, കാര്യം നമ്മൾ വേറെ ഭാഷകളിലൊക്കെ അഭിനയിക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ സംഘടനകളെക്കുറിച്ചും നമ്മുടെ സിനിമകളെക്കുറിച്ചും അവർക്കുള്ള മതിപ്പ് നമ്മുടെ ഇടയിൽ പലർക്കും ഇല്ലെങ്കിലും മറ്റു ഭാഷയിലുള്ള ആൾക്കാർക്ക് നമ്മുടെ സിനിമയെക്കുറിച്ചും നമ്മുടെ സംഘടനകളെക്കുറിച്ചും വലിയ മതിപ്പാണ്. ആ മതിപ്പ് കളയാതെ ഇനിയും വലിയ രീതിയിലേക്ക് നമ്മുടെ സംഘടനകൾ മാറട്ടെ. എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക. മഹത്തായ ഈ സംരംഭത്തിന് വലിയ ആശംസകൾ നേരുന്നു. ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ ഈ സംഘടനയിൽ നിന്ന് കിട്ടുന്ന പൈസ അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ഒരു സംഭാവനയായാലും ആ ഒരു തുക ആരുടെയും ചികിത്സയ്ക്കായി ചിലവാക്കേണ്ട ഒരു കാര്യവും ഉണ്ടാകാതിരിക്കട്ടെ. എല്ലാവരും ആരോഗ്യത്തോടെ സുഖകരമായി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വളരെ മനോഹരമായ ഒരു ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.